ഒരു 8 മാസമൊക്കെ ആയപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് അച്ചുവിൻ്റെ. ഇത് കണ്ടോ, തലമുടി കണ്ടോ, തലമുടിയേ ഇല്ല. ഇത് കണ്ടോ, ഈ നടുക്ക് കുറച്ച്, പിന്നെ ഈ സൈഡിൽ ഒരു. അതുകൊണ്ട് എന്താ പറയുക, അച്ചുവിൻ്റെ മുടി എന്തോരം നീളം വെക്കാവോ അത്രയും നീളം വെപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം അതുപോലെ ആ മുടിയെ വേറെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. മുടിയിൽ അതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത മുടി ചെമ്പ് കളറായിരുന്നു മുടിക്ക്. ആ മുടിയെ കറുപ്പ് കളർ വരാൻ വേണ്ടിയാണ് ആദ്യമേ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. 2 ദിവസമൊക്കെ ഈ വീഡിയോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാണ്. ഞാൻ പറഞ്ഞില്ല, സുഖമില്ലാത്തതുകൊണ്ട് ഒട്ടും അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാത്തത്. എന്നാലും നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടി തുടങ്ങിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് വീണ്ടും നമ്മുടെ ലോങ് വീഡിയോയിലേക്കൊക്കെ വന്നാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എണ്ണയുടെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയുകയും കൂടെ ചെയ്യാനുള്ളത്. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് കൊടുക്കുന്ന ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ എണ്ണ, മുടി കറക്കാനുള്ള എണ്ണയുടെ ആയിരുന്നു ഇട്ടത്. അപ്പോൾ അന്ന് എന്നോട് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, വെളിയിലുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞ് പനിക്കൂർക്കയില കിട്ടാനില്ല, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പനിക്കൂർക്കയില ഇട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ നെല്ലിക്കാപ്പൊടിയും പിന്നെ ഇൻഡിഗോ പൗഡറും മാത്രം മതി. ഞാൻ ഇൻഡിഗോ പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകത്തില്ല കേട്ടോ. നമ്മുടെ നീലയാമ്പരിയാണ്. ഞാൻ പറയുമ്പോട്ടല്ല നീലയാമ്പരി എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഇൻഡിഗോ പൗഡർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. കാര്യം അത് അങ്ങോട്ട് എപ്പോൾ നമ്മൾ അതത്ര ശ്രദ്ധിച്ച് പറയണമെന്ന് വിചാരിച്ചാണ്ടല്ലോ പറഞ്ഞ് തെറ്റിപ്പോറുണ്ട്. അപ്പോൾ നമ്മുടെ നീലയാമ്പരിയാണ്, നീലയാമ്പരിയാണ് ആ സാധനം എന്ന് പറഞ്ഞ് പൊടി എന്ന് പറയുന്നത്. അപ്പം അതാണ് ഞാൻ ഇതിനകത്ത്, അത് രണ്ടും മാത്രം മതി കേട്ടോ. എണ്ണയും മതി, മുടി കറക്കും. പിന്നെ നീർക്കെട്ടൊക്കെ വരികയും അങ്ങനെ ജലദോഷമൊക്കെ ഉള്ളവർക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്യാമെന്ന് ഞാനത് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് ചെയ്താൽ മതി. പനിക്കൂർക്കയില കിട്ടാനില്ലെങ്കിൽ നിങ്ങളത് കളഞ്ഞേര് വേണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ മാത്രം അത് ഇട്ടാൽ മതി. അല്ലാത്തവർക്ക് യാതൊരു കുഴപ്പമില്ല, നോർമലായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്നോട് പറഞ്ഞ് ഈ എണ്ണ തേക്കുമ്പോൾ തല ചൊറിച്ചിലുണ്ട്, ഇൻഡിഗോ പൗഡർ അലർജി ആയിട്ടുള്ളത്. എനിക്ക് യാതൊരു അലർജി ഇല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. എന്നാന്നറിയത്തില്ലെന്നേ, ഇപ്പം എല്ലാവരും പറഞ്ഞുണ്ടല്ലോ എനിക്കിപ്പോൾ അലർജി ചെയ്യാൻ തുടങ്ങി. തലയിൽ എണ്ണ തേക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. നേരത്തെ എനിക്കൊരു കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ പായ്ക്കും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കേട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ എനിക്കും അലർജി ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അലർജി ഉള്ളവർക്ക് അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ല. കാര്യം തലയ്ക്ക് ചൊറിച്ചിൽ നമുക്ക് ഭ്രാന്തെടുക്കും. അത് നമുക്കറിയാം, തലൊരു പേൻ കയറിയാൽ തന്നെ നമ്മൾ ഭ്രാന്തെടുക്കും. അപ്പോൾ പിന്നെ തല ചൊറിച്ചിലും കൂടെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഓർത്ത് നോക്കി. അപ്പം അത് അങ്ങനെയുള്ളവരത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ വേറൊരു എണ്ണ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡൈയുടെ ഒരു ഇത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതൊന്നും ചേരാത്തൊരു സാധനമാണത്, അങ്ങനെയൊന്നും ചേരാത്ത ഒരു ഇതായിട്ടുള്ളതാണ്. ഇതും എണ്ണ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമുക്കത് എണ്ണ കാച്ചുന്ന പോലല്ല കേട്ടോ, എണ്ണ ചേർത്ത് നമ്മളിത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പം അത് എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അത് ഒന്നാമത് നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം വേണം. പിന്നെ നമ്മുടെ തേയിലയും വേണം. തേയിലയും കരിഞ്ജീരകം പിന്നെ ഒരു സ്പൂൺ കരിഞ്ജീരകം എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ തേയില എടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് ഉലുവ. ഒത്തിരി ഇടണ്ട, കാര്യം ഉലുവ തണുപ്പാണ്, പലർക്കും പിടിച്ചെന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ഉലുവ എന്ന് പറയുന്നത്. കുറച്ച് ഉലുവായും കൂടെ ചേർക്കുക. എന്നിട്ട് ഈ ഉലുവായും കരിഞ്ജീരകവും കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ചതഞ്ഞേ കിട്ടത്തുള്ളൂ നമുക്കിത് വറക്കാതെ എടുക്കുമ്പോഴത്തേക്ക്. എന്നാലും ഒന്ന് ചതച്ചാണെങ്കിലും ഒന്ന് എടുത്തേച്ച് അത് ഒരു ചെറിയ അടി കട്ടിയുള്ള പാത്രത്തിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കരിച്ച് പുകച്ച് കളയരുത്. അത് നല്ലപോലെ കറക്കുകയും ചെയ്യണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അങ്ങനെ വേണം അത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് തീ കൂട്ടിയിടുകയും തീ കുറച്ചിട്ടും തീ കൂട്ടിയിട്ടും കുറച്ച് അങ്ങനെ നമുക്കത് വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ വറുത്തെടുത്ത് അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. നല്ല ഭസ്മം പോലെ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമുക്കത് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ അത്രയും വറന്നതുകൊണ്ട് അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു കുപ്പി എടുക്കുക. കുപ്പിയിലേക്ക് ഈ പൊടി ഇടുക. പൊടി ഇട്ടതിന് ശേഷം പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ ഈ പൊട്ടുന്ന സൈസ് കുപ്പിയില്ലേ, അങ്ങനത്തെ കുപ്പിക്കകത്തായിരിക്കും നല്ലത്. പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്തിരി കുപ്പിയിലേക്ക് അത് ഇട്ടതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കുഴയാനും മാത്രമുള്ള വെളിച്ചെണ്ണ നിങ്ങൾ ആ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അന്ന് തന്നെ നിങ്ങളിത് ഉപയോഗിക്കരുത്. ഇതൊരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 6 ദിവസമെങ്കിലും ഇത് വെച്ച് വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കുക. അപ്പോൾ ആ കുപ്പിയിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാം. ബാക്കിയുള്ളത് കുപ്പിയിൽ തന്നെ അടച്ചങ്ങ് വെച്ചേര്, അങ്ങനെ ഉപയോഗിക്കാം. എന്നേരം മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നുണ്ട്. നല്ല കറുപ്പ് കളറാണ് മുടിക്ക് കിട്ടുന്നത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ അലർജി ഉള്ളവർ, ഈ ഇൻഡിഗോ പൗഡറൊക്കെ അലർജി ഉള്ളവർ, അല്ലാതെ നമുക്കിപ്പോൾ വേറെ ഒരു എണ്ണയുടെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ വേണേൽ കാണുന്നെങ്കിൽ കാണുക. പക്ഷേ അലർജിയൊക്കെ ഉള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം അതിനകത്ത് പൊടികളൊക്കെ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പം ഇത് ഇങ്ങനെ ഉപയോഗിക്കുക, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ എന്നോട് ചോദിച്ചു ഇതിൻ്റെ സെയിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇതിന് മുമ്പേയും പറഞ്ഞ് എനിക്ക് സെയിലില്ല.
കാര്യം എന്നാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഇങ്ങനെ ബിസിനസ്സായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്കല്ലെങ്കിലും അങ്ങനെയുള്ള പരിപാടിയൊന്നും അറിയത്തില്ലെന്നേ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ സെയിൽ ചെയ്യാനുള്ള അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും എൻ്റെ തലയിലില്ല കേട്ടോ. അത്രയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേനെ. അതുകൊണ്ട് അങ്ങനെ സെയിലിൻ്റെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ കിടന്നുള്ള ചെറിയ ചെറിയ പരിപാടിയൊക്കെയുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ സെയിലൊന്നുമില്ല കേട്ടോ. അത് തന്നെയല്ല ഇത് സെയിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇച്ചിരി പൊടി എടുത്ത് കുറേശ്ശെ ആഴ്ച ഉണ്ടാക്കിയെടുത്തേ. അത് ഗൾഫിലല്ല ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ ഈ പൊടി നാട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയിച്ച് ഇനി അവിടെ കിട്ടാനില്ലെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതേ ഉള്ളൂ. അല്ലാതെ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. പിന്നെ എന്നായിരുന്നു പിന്നെ മുടിയുടെ ഇത് ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. എണ്ണ മുടി വളരുന്നതിൻ്റെ കാണിച്ചപ്പോഴത്തേക്ക് എന്നോട് ഒരാൾ പറഞ്ഞു തൈറോയ്ഡ് ഉണ്ട്, എന്നാ ചെയ്താലും മുടി കഷ്ടമുണ്ട്. എനിക്കത് കേട്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ. കാര്യം വെച്ചാൽ എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നമുണ്ട്. ഹോർമോൺ കുറഞ്ഞിരിക്കുമ്പോൾ ഞാൻ തലയിൽ എണ്ണയിലൊക്കെ ചെങ്കി മുടിക്ക് നല്ലപോലെ നീളവും ഉള്ളും ഒക്കെ വരും. അത് കഴിഞ്ഞ് വീണ്ടും ഹോർമോണിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്കുള്ള മുടി അങ്ങ് പൊഴിയാൻ തുടങ്ങും. അതുപോലെ ഇതുപോലെ എണ്ണയിലൊക്കെ ഒരു പായ്ക്കൊക്കെ ഇട്ടാണ് ഞാനൊന്ന് പിടിച്ച് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ തല മൊട്ടത്തലയായി പോകത്തേ ഉള്ളൂ. അതുപോലാകും. പിന്നെ ഞാൻ അച്ചുവിൻ്റെ മുടിയുടെ ഇത് കാണിച്ച സമയത്ത് എന്നോടൊരു പുള്ളിക്കാരി പറഞ്ഞു അത് ജന്മനാ ഉള്ള മുടിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്നെ നോക്കട്ടെ, അച്ചുവിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാവേ. ഇതാണ് അച്ചുവിൻ്റെ കുഞ്ഞിൽ ഇതൊരു 8 മാസമൊക്കെ ആയപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് അച്ചുവിൻ്റെ. ഇത് കണ്ടോ, തലമുടി കണ്ടോ, തലമുടിയേ ഇല്ല. ഇത് കണ്ടോ, ഈ നടുക്ക് കുറച്ച്, പിന്നെ ഈ സൈഡിലൊരു ശകലം, ഇത് കണ്ടോ കഷണ്ടി എന്ന് പറയാം. അതുപോലെയാണ് അച്ചുവിൻ്റെ തലമുടി വളർന്നത്. മുടി തീരെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ അച്ചുവിന് മുടി വന്നപ്പോൾ, പക്ഷേ ഞാനൊക്കെ ഉണ്ടായ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് തല നിറച്ച് മുടിയായിരുന്നു. അത് കറുത്ത ഭയങ്കര കട്ടിയിലുള്ള മുടിയാണ്. അതുപോലെ എൻ്റെ മുടി കോലമുടിയായിരുന്നു, ചുരുളമുടിയല്ലായിരുന്നു. വെട്ടിയാണ് ഇങ്ങനെ ചുരുളനായത്. അപ്പം അതുപോലെ മുടിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കണ്ണനുണ്ടായപ്പോഴും കണ്ണൻ്റെ തല നിറച്ച് മുടിയായിരുന്നു, നല്ലപോലെ തിക്കായിട്ടുള്ള മുടിയായിരുന്നു. പക്ഷേ അച്ചുവിൻ്റെ തല മുടി, അച്ചു ഒന്നാമത് 7ാം മാസത്തിലുള്ളതാണ്. അതുകൂടെ കൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മുടി അത് കഴിഞ്ഞ് അച്ചു 8 മാസമായിട്ടും അച്ചുവിൻ്റെ മുടി ഇവിടെ ഒരു ഇച്ചിരി ഇങ്ങനെ തുമ്പി വന്നിങ്ങനെ കിടക്കും. സൈഡിൽ ഒരിച്ചിരി, ഇവിടെ ഒന്നും മുടി ഇല്ലായിരുന്നു. പുറകിലുമൊക്കെ മുടി തീരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ദീപാച്ചിനെ ഞാൻ എപ്പോഴും വീഡിയോ പറയത്തില്ല, ദീപാച്ചി ഞാൻ പറയായിരുന്നു ഇവർക്ക് മുടി ഉണ്ടായില്ലെങ്കിൽ എന്നതാണ്, ഈ പെങ്കൊച്ചല്ലേ, ആങ്കൊച്ചാണെ പോട്ടെ എന്ന് വെക്കായിരുന്നു, പെങ്കൊച്ചല്ലേ മുടിക്ക് നീളമൊക്കെ. എനിക്ക് മുടിയൊക്കെ വളർന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ട് എന്നാ പറയുക, അച്ചുവിൻ്റെ മുടി എന്തോരം നീളം വെക്കാവോ അത്രയും നീളം വെപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം അതുപോലെ ആ മുടിയെ വേറെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. മുടിയിൽ അതുപോലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്താൽ മുടിക്ക് അതുപോലെ നീളം കൂട്ടിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇരുന്ന മുടിയാണ് ഞാൻ ഫസ്റ്റ് ടൈം അച്ചുവിൻ്റെ മുടിക്ക് ചെയ്തത്. എന്നാന്ന് വെച്ചാൽ തല നല്ല മുട്ടയടിച്ചതിന് ശേഷം തലയിൽ വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ ചേർത്ത് ഞാൻ തേച്ച് കൊടുത്തു. അങ്ങനെ തേച്ച് കൊടുത്തപ്പം അച്ഛൻ്റെ മുടിക്ക് ഭയങ്കര ചെമ്പ് കളറായിരുന്നേ. ഇതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഒരു മുടി ഒരുമാതിരി ചെമ്പ് കളറായിരുന്നു മുടിക്ക്. ആ മുടിയെ കറുപ്പ് കളർ വരാൻ വേണ്ടിയാണ് ആദ്യമേ ഞാൻ ഇതുപോലെ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത്, കാര്യം ആവണക്കെണ്ണ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളുടെ തലയിൽ തേക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടിയാണ്, കുഞ്ഞുങ്ങൾക്ക് തലമുടി നോക്കും ഇങ്ങനെ പശ പോലെയാണ്. അതിനാണ് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്ത് തേച്ച് കൊടുത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അച്ചുവിൻ്റെ കാര്യം ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. പിരിയം നല്ല കട്ടി വെച്ച്, മുടിക്ക് ഇത്രയും കട്ടി കുറവായിട്ട് പിരിയത്തിനും വലിയ കട്ടി ഉണ്ടാകുകയല്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിരിയത്തിനാണെങ്കിലും കയ്യൊന്ന്, ഞാൻ കൺമഷിയൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കൺമഷി ഉണ്ടാക്കി അങ്ങനെയാണ് അത് ചെയ്തത്. പിരിയത്തിനൊക്കെ നല്ല, ഇപ്പോൾ അവിടെ പിരിയത്തിനൊക്കെ നല്ല കട്ടിയാണ്, നല്ല കറുപ്പ് കളറാണ് പിരിയത്തിനൊക്കെ. അതുപോലെ കൺപീലി ആണെങ്കിലും നല്ല കട്ടി കൺപീലിയൊക്കെയാണ്. അപ്പം നമ്മൾ കുറേയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പായ്ക്കിട്ടൊന്നും കാണിക്കേണ്ട, വാചോടി അങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ മുടി ഇപ്പോൾ ഞാൻ കാണിച്ചേ എങ്ങനെയുള്ള തലമുടിയായിരുന്നു എന്നുള്ളത്. ആ മുടി ഇത്രയും വളർത്തിക്കൊണ്ട് വന്നത് എൻ്റെ ശരിക്കും കഷ്ടപ്പാട് തന്നെയാണ്. ഓരോന്നും തല ഓരോ പായ്ക്കുകളിട്ട് ഒക്കെയാണ് സെറ്റാക്കി കൊണ്ടുവന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ ഓരോ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പോരാ. ഭയങ്കര ഇതാണ്, അവർ ഏത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വരുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചാണ് അവരുടെ കാര്യം. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കമൻറ്റ് വായിക്കുമ്പോൾ അവരും അത് ഒരുപക്ഷെ കുറച്ചേലും ഒരു വിശ്വസിക്കുന്നവർ ആരെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിലൂടെ ഇത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കമൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയേക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ബാക്കി കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടെ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. വീട്ടുവിശേഷങ്ങളൊക്കെ കണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ മറക്കണ്ട കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ തൈറോയ്ഡൊക്കെ ഉള്ളവരൊക്കെ വിഷമിക്കേണ്ട, മുടിയൊക്കെ സെറ്റാകുക. എൻ്റെ മുടി ശരിക്കും പോയതായിരുന്നു കേട്ടോ. എനിക്കൊരു ഇത്രയും മുടിയുള്ളായിരുന്നു. ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ ഇത്രയും കിടക്കുന്ന മുടിയുടെ ഫോട്ടോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഫോട്ടോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ.
ഫോൺ മാറിയപ്പം പോയോന്ന് അറിയത്തില്ല. ഇത്രേ ചുരുണ്ടുമുടിയായിരുന്നു. ഇവിടം വരെ ഉള്ളായിരുന്നു മുടി. അത് എനിക്കിപ്പോൾ ഇത്രയും ഒരു നീളമെങ്കിലും ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തും എടുത്തും ഒക്കെയാണ് എൻ്റെ മുടിക്ക് ഒരു ഇത്രയെങ്കിലും നീളമായി കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ അടിവശം ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. കെട്ടിയിട്ടാണ് മുടി ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. എനിക്ക് ഇത്രയും നീളം കിട്ടിയത് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു വാശിയുണ്ട് എൻ്റെ മുടി വളർത്തിയെടുക്കണമെന്ന് തന്നെ. അപ്പം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാമേ. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ സെറ്റ് ആവുകയാണേ. കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീമച്ചക്ക, അതായത് കടച്ചക്ക, അത് മപ്പാസ് വെക്കാനായിട്ട് എല്ലാം അരിഞ്ഞെല്ലാം എടുത്തു. ഇനി അടുപ്പിലത് മസാലയും വെജിറ്റബിൾ മസാലപ്പൊടി, ഉപ്പും മല്ലിപ്പൊടി മാത്രം ചേർത്താണ് ഇപ്പോൾ വേവിക്കുന്നത്. വേറൊന്നും ഇത് കടച്ചക്ക മാത്രമേ ഉള്ളൂ. ചീമച്ചക്ക എന്ന് ചിലടത്ത് പറയും, ചിലടത്ത് കടച്ചക്ക എന്ന് പറയും. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാവേ. ഒത്തിരി വെള്ളം വെക്കണ്ട, ഇത് വേകാനുള്ള വെള്ളം വെച്ചാൽ മതി. നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് തീ കത്തിച്ച് വെക്കാം. പണ്ടൊക്കെ ഇതിനൊക്കെ വലിയ വിലയില്ലാത്ത സാധനങ്ങളായിരുന്നു കേട്ടോ. മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം ആണ് ഇതിന് ഭയങ്കര വിലയാണ്. ഇതിന് വേണ്ടി ആൾക്കാർ എത്ര രൂപ മുടക്കാനും തയ്യാറാണിപ്പോൾ. പ്ലാവേന്ന് പറിച്ചാണ് കേട്ടോ. ഇതിൽ വിളഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതേണ്ട അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ എവിടെ ആയിരുന്നു വേണ്ടേ? വേണ്ട ഒരെണ്ണം കിടക്കുന്നു. എല്ലാം വിളഞ്ഞൊക്കെ വരുന്നേ ഉള്ളൂ. ഇതേണ്ട ഇത് കേട്ടോ, വിളഞ്ഞ് വരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിളയുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വിളഞ്ഞ് രണ്ടെണ്ണം ഞങ്ങൾ പറിച്ചെടുത്തതാണ്. ഒരെണ്ണം വീട്ടിലോട്ട് കൊടുത്തു വിടാനും ഒരെണ്ണം ഞങ്ങൾക്ക് എടുക്കാനും. വേണ്ടേ അവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഇതേണ്ട ഇവിടെ ഉണ്ട്. നമ്മുടെ ചീമച്ചക്കയൊക്കെ റെഡിയായി. അത്രയും മാത്രമായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ. ഇത് സവോളയും പച്ചമുളകും പിന്നെ ഇച്ചിരി തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും, സവോള തീയനക്കാരം കുറച്ചാണ് എരിയുന്നത്. വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മൾ വെള്ളം ഒരുപാട് വേകാനുള്ള വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ, രണ്ടാം പാലാണ് ചേർക്കുന്നത്. ആദ്യമേ രണ്ടാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കും. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ തീ കുറച്ചിട്ടേക്കാണേ. അതിലേക്ക് ഇനി ഒന്നാം പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. മപ്പാസൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമെന്നൊക്കെയാണ്, എന്നാലും ചുമ്മാ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണം കേട്ടോ. വെള്ളം പോലെ ഇരിക്കുന്ന ഗ്രേവി പോലെ. ഇത് വിളഞ്ഞതാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടി. വിളയാത്തതൊക്കെ നമ്മളിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് അതിനൊരു കൊഴുപ്പ് കിട്ടാത്തത്. ഇതിപ്പോൾ നല്ലപോലെ വിളഞ്ഞായതുകൊണ്ടുണ്ടല്ലോ നല്ല ഇത് കണ്ടോ, തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കണ്ടോ. വെള്ളം പോലെ ഇരിക്കത്തില്ല. ഇനി നമ്മളിത് തിളപ്പിക്കത്തില്ല കേട്ടോ. നല്ലപോലെ ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. കാര്യം തിളച്ച് കിടന്നായതുകൊണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത്രയും കൂടെ ഉള്ളൂ. ഉപ്പൊക്കെ ഞാൻ നോക്കി തന്നെ കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം നമ്മുടെ കടച്ചക്ക അല്ലെങ്കിൽ ചീമച്ചക്ക മപ്പാസ് കറി റെഡിയായി. ഇപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറിയൊക്കെ റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കേണ്ടി തുടങ്ങണേ. ചപ്പാത്തി പരത്തി തരുന്ന ആരാന്നറിയാമോ? കണ്ടോ അച്ചു ഇപ്പം ചപ്പാത്തിയൊക്കെ പരത്താനൊക്കെ നല്ലപോലെ അറിയാം കേട്ടോ. മാവ് കഴിക്കൊണ്ട് വലിയ വശമില്ല, എന്നാലും ചപ്പാത്തി പരത്താനൊക്കെ അറിയാം. അങ്ങനെ ഒരുപാട് ഹെൽപ്പൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം അവധി കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ ശരിക്കും ഇട്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം ചപ്പാത്തിയൊക്കെ റെഡിയായിരുന്നു. അപ്പം ഇവിടെ ചീമപ്ലാവ് കണ്ടില്ലേ? ചീമപ്ലാവിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിരിക്കുമായിരിക്കും ചിലരൊക്കെ സത്യമാണെന്ന് പറയായിരിക്കും. എൻ്റെ അനുഭവം വെച്ച സത്യമാണ് കേട്ടോ. സത്യം എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഈ ചീമപ്ലാവ് ബഡ് പ്ലാവാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് അധികം വളരുന്നതിന് മുമ്പേ 3 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞു. 3 വർഷമായി 4 വർഷമായിട്ടും യാതൊരു അനക്കവും ഇല്ല. ഇങ്ങനെ ആർത്ത് കിളുത്ത് കയറി വരുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നെ അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും ഒക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ, അത് ആണാണ്, അതുകൊണ്ടാണ് കായ്ക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം ആഗ്രഹിച്ച് വെച്ച് ഇവിടെ എല്ലാവർക്കും ചീമ ചക്ക, അതായത് കടച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. കടപ്ലാവാണ് ഇനി പറയുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ചീമപ്ലാവ് എന്നാണ് പറയുന്നത്. എൻ്റെയൊക്കെ നാട്ടിൽ കടപ്ലാവ് എന്നാണ് പറയുന്നത്. അപ്പം അത് ആണോന്ന് കൂടെ കേട്ടപ്പോൾ അന്ന് വിഷമം വന്ന കാര്യം ആഗ്രഹിച്ച് ഒരു നേഴ്സറിയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നു ഞങ്ങൾ. അവിടുന്ന് മേടിച്ചതൊന്നും ഇതുവരെ നമുക്ക് പ്രയോജനപ്പെടാതിരുന്നിട്ടില്ല. എല്ലാം മാവാണേലും പ്ലാവാണേലും ഒക്കെ അവിടുന്ന് മേടിച്ചാണ്. പക്ഷെ ഇത് മാത്രം അങ്ങോട്ട് ഇതാകുന്നില്ല.
ഒന്ന് മനസ്സങ്ങ് വല്ലാതെ വിഷമമായിപ്പോയി കേട്ടോ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടായി കൊണ്ടുവന്നിട്ട് ശരിയായില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ ഇന്നപ്പോഴാണ് നമ്മുടെ ജയ ചേച്ചി, ഏത് ജയ വെറൈറ്റിയിലെ ജയ ചേച്ചിയോട് എനിക്കിങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു, ഒരു വാക്കത്തി എടുത്തുകൊണ്ട് പോവുക, അതിൻ്റെ അടുത്ത് നിൽക്കുക, എന്നിട്ട് അതിനെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞു. വെട്ടിക്കളയും, ഈ പ്രാവശ്യം കൊണ്ട് നീ കായ്ച്ചില്ലെങ്കിൽ നിന്നെ വെട്ടിക്കളയത്തേ ഉള്ളൂ എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. ഞാനിതിങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം മരത്തിനോട് പറയുന്നത്. അപ്പം എനിക്കാദ്യം ചമ്മലായിരുന്നേ. കാര്യം എന്നു ചോദിച്ചാൽ ഇതൊക്കെ മണ്ടത്തരമല്ലേ എന്നൊരു തോന്നലായിരുന്നു. അപ്പം ഞാൻ എന്നെ ഇത് ആരും കാണാതെ കേൾക്കാതെയൊക്കെ അപ്പം അച്ഛനുണ്ട് എൻ്റെ കൂടെ. അപ്പം ഞാൻ ചെന്നിങ്ങനെ അച്ഛൻ ചോദിച്ചു, അമ്മയ്ക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വല്ലതും മനസ്സിലാവുമോ അമ്മ പറയുന്നതെന്ന് ചോദിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വെട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് വാക്കത്ത് വെച്ചിങ്ങനെ ഓങ്ങുമൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ 2 മാസം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതേ തിരിയിട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് സമാധാനം. അപ്പം ചേച്ചിയുടെ അന്നേരം മെസ്സേജ് ഇട്ട്, ചേച്ചി പറഞ്ഞത് ഭരിച്ചു, അത് തിരിയിട്ടെന്ന് പറഞ്ഞു. അപ്പം ആദ്യം തിരി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കായ സംഭവം എന്ന് വിചാരിച്ചു. അതിന് വലിയ നീളത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞു ഈ കടച്ചക്ക ഉരുണ്ടല്ലേ വരുന്നത്, നീളത്തിലാണോ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അന്നേരം ചേച്ചിയോട് പറഞ്ഞു അതെല്ലാം പൊഴിഞ്ഞു പോകും, അല്ലാതെ തണ്ടിന് കട്ടിയോടുകൂടി വരുന്നതാണ് അതിലുണ്ടാകുന്ന ചക്കയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് കട്ടിയോടുകൂടി ഇങ്ങനെ തണ്ടിന് കട്ടിയോടുകൂടി ഉരുണ്ട് വരാൻ തുടങ്ങി. അപ്രാവശ്യം നമുക്ക് ഒരു 5 കിട്ടിയുള്ളൂ കേട്ടോ. അതാണ് ആദ്യ പ്രാവശ്യം അത് കായ്ച്ചത്. പിന്നെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത്. ഈ പ്രാവശ്യം കുഴപ്പമില്ലാതെ അതിലുണ്ടായിട്ടുണ്ട്. കാര്യം 5 ഉണ്ടായിട്ടുള്ളത്. എന്നാലും നമ്മളും എടുത്ത് ചുറ്റുവട്ടത്ത് അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ പറ്റി. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ പ്രാവശ്യം ആദ്യമേ കൊടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ബാക്കിയൊക്കെ വിളയാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ ഈ കടച്ചക്ക മപ്പാസ് വെച്ചാൽ അത് ഭ്രാന്ത് പിടിച്ച ഒരാളുണ്ട്, ദേ നിൽക്കുന്നു. ആ പ്ലാവ് കൊണ്ട് വെച്ചപ്പം മുതൽ എന്നോട് പറഞ്ഞു എന്നും ചീമച്ചക്ക മപ്പാസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതും ചപ്പാത്തിയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ നമ്മൾ രാവിലെ ചപ്പാത്തി മുട്ടക്കറിയും കൂടെ ആയിരുന്നു വെക്കാണ്ട് ഉദ്ദേശിച്ചത്. അപ്പം വീട്ടിൽ ഇറങ്ങി ചുമ്മാ നോക്കിയപ്പോൾ അത് വിളഞ്ഞു കിടക്കുന്നപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ വേണം പറഞ്ഞാൽ അത് കറി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ എടുത്ത്. ഇപ്പം നല്ല വിലയാണ് ഇതിന്. കിലോ 100. എനിക്ക് ഇപ്പം അതിൻ്റെ സീസണായി വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. വിളഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ വിളയുന്നത്. പ്രാവശ്യം നമ്മുടെ എനിക്കൊന്ന് വളമൊക്കെ ഇട്ടുകൊണ്ടൊന്നും നേരത്തെ കാ പിടിച്ച് വിളഞ്ഞ് കിട്ടുന്നതെന്ന് തോന്നുന്നു. ഇനി അപ്പുറത്തെ സൈഡിലൊക്കെ വിളഞ്ഞ് കിടപ്പുണ്ടോ എന്ന് അറിയത്തില്ല, നോക്കണം. അപ്പം നമ്മുടെ ചീമപ്ലാവിൻ്റെ കഥ ഇതാണ്. കായ്ക്കാതെ എന്നേലൊക്കെ നിൽപ്പണെങ്കിൽ ഭീഷണിപ്പെടുത്തിയാൽ മതി, ശരിയായിക്കോളൂ. ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കട്ടെ, പരത്തിക്കൊണ്ടിരിക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇനി അപ്പനും മോനും വെളി വണ്ടി കഴിച്ചയും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ വിശന്ന് പ്രാന്ത് പിടിച്ചായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാം പെട്ടെന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ ഭയങ്കര മഴയാണ്. രാവിലെയൊക്കെ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടെന്നുള്ളൂ കേട്ടോ. ഉച്ചയും ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ചീരയൊക്കെ പെട്ടെന്ന് അങ്ങ് പോകട്ടെ. മഴയൊക്കെ കഴിഞ്ഞാൽ ചീരയിലൊക്കെ പുഴുക്കുത്തി വീണ പോലെ അങ്ങാകും. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വളം ഉണ്ടാക്കുന്ന കാണിച്ചില്ലായിരുന്നു, വീഡിയോ കാണിച്ചില്ല. അതിന് ശേഷമാണ് കേട്ടോ ഇതിലെ പച്ചക്കറിയൊക്കെ നല്ല വലിപ്പത്തോടുകൂടി കായ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. വഴുതനയൊക്കെയാണെങ്കിലും വലുതായിട്ടുണ്ടാകാൻ തുടങ്ങി. അതുപോലെ പയറുണ്ടാകുന്നുണ്ട്. എല്ലാ പച്ചക്കറികളും നല്ല ഇതായിട്ട് ആകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വളമാണ്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെയാണ്. ഇഞ്ചി ഞാനന്ന് ഗ്രോ ബാഗിൽ നടന്നതൊക്കെ കാണിച്ചായിരുന്നു. കപ്പളത്തിൻ്റെ ഇലയും ഒക്കെ വെച്ച് അത് നല്ല രീതിക്ക് കിളുത്ത് വന്നിട്ട് നമ്മുടെ ചേനപ്പ് പറിച്ച ചേനയൊക്കെയാണ്, അത് കിളുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എണ്ണയിലൊക്കെ പറിച്ച് തോരൻ വെക്കാനൊക്കെ ആയിട്ട് ഞാനൊന്ന് ഇറങ്ങിയതാണ്. അപ്പം നല്ലപോലെ നീറുണ്ട് കേട്ടോ നമ്മുടെ പച്ചക്കറിയിലെല്ലാം. ഒരു ഇച്ചിരി നീറിന് വേണ്ടി കൊതിച്ചത് ഞാൻ. ഇപ്പോൾ ഒരു പൂ ചോദിച്ചൊരു പൂക്കാലം തന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നീറ് കാരണം ഇങ്ങോട്ടൊന്നും ഒരു പച്ചക്കറി പറിക്കാൻ വരിക പോലും വേണ്ട കേട്ടോ. പിന്നെ പുഴുവിൻ്റെ ശല്യം അങ്ങനെയൊക്കെ നല്ല കുറവൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട്